നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി തൃശൂരിൽ. ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുല്ല. ഓർത്തഡോക്സ് സഭാ വൈദികൻ BJPയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം വിശ്വാസികൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് കേന്ദ്രം. ഗാസയിലെ അൽഷിഫ ഹോസ്പിറ്റൽ ഹമാസിന്റെ സൈനിക കമാൻഡർ കേന്ദ്രമായി മാറ്റിയിരുന്നുവെന്ന് വെളിപ്പെടുത്തി US ചാര സംഘടന. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം നെടുമ്പാശ്ശേരിയിലെത്തിയത്. BJP നടത്തുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നത്. അഗത്തിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കുട്ടനെല്ലൂർ ഹെലിപാഡിൽ എത്തുകയായിരുന്നു. റോഡ് മാർഗം തൃശൂരിലെത്തിയ പ്രധാനമന്ത്രിയെ കളക്ടർ DR കൃഷ്ണതേജയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്റർ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി അണികളെ അഭിവാദ്യം ചെയ്തു. കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ നിന്ന് റോഡ് മാർഗം ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപം എത്തിയ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ BJP നേതാക്കൾ സ്വരാജ് റൗണ്ടിലേക്ക് വരവേറ്റു. ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങിയ റോഡ് ഷോ തെക്കേ ഗോപുരനട, മണികണ്ഠനാൽ, നടുവിലാൽ എന്നിവിടങ്ങളുടെ 1 കിലോമീറ്റർ സഞ്ചരിച്ച് നായ്ക്കനാലിലെ സമ്മേളന വേദിയിലെത്തുകയായിരുന്നു. തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 2 ലക്ഷം വനിതകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ മറിയക്കുട്ടി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി, നടി ശോഭന, സാമൂഹിക സാംസ്കാരിക പ്രവർത്തക ഉമാ പ്രേമൻ, വ്യവസായി ബീന കണ്ണൻ, പത്മശ്രീ ജേതാവ് ഡോക്ടർ ശോശമ്മ ഐപ്പ് തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. കേന്ദ്രമന്ത്രി V മുരളീധരൻ, പ്രകാശ് ജാവ്ദേക്കർ, രാധാ മോഹൻ അഗർവാൾ, AP അബ്ദുള്ളക്കുട്ടി, ടോം വടക്കൻ, അനിൽ ആന്റണി, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം രാഷ്ട്രീയ ശ്രദ്ധ നേടി. ഹമാസിന്റെ മുതിർന്ന നേതാവ് സലാഹ് അൽ അറൂരിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുല്ല. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ബൈറൂത്തിൽ നടത്തിയ കൊലപാതകത്തിന് മറുപടി പറയാതെയോ ശിക്ഷിക്കപ്പെടാതെയോ പോവില്ലെന്ന് ഹിസ്ബുല്ല പ്രസ്താവനയിൽ അറിയിച്ചു. ലെബനന് നേരെയുള്ള ഗുരുതരമായ ആക്രമണമാണിതെന്ന് ഹിസ്ബുല്ല ആരോപിച്ചു. ഹമാസിന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുല്ലയുടെ ശക്തികേന്ദ്രമായ തെക്കൻ ബൈറൂത്തിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ അറൂരിയടക്കം 6 പേർ കൊല്ലപ്പെട്ടു. നേരത്തെ റാസി മൗസവി സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ജനറൽ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തില്ല. ആക്രമണത്തെക്കുറിച്ച് പ്രതികാരം ആരാഞ്ഞപ്പോൾ ആക്രമണത്തിനും പ്രതിരോധത്തിനും ഞങ്ങൾ തയ്യാറാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സജ്ജമാണെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. അറൂരിയുടെ കൊലപാതകത്തെ അപലപിച്ച ലബനീസ് പ്രധാനമന്ത്രി നജീബ് മികാതി ലബനനെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനാണ് ശ്രമമെന്ന് ആരോപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് കേന്ദ്രം. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിജ്ഞാപനം ചെയ്യും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. 2019 ഡിസംബറിലാണ് പൗരത്വ നിയമ ഭേദഗതി ലോക്സഭ പാസാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജെയിൻ, ക്രിസ്ത്യൻ, ബുദ്ധ, പാർസി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയിരുന്നത്. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിന് അപേക്ഷ നൽകാൻ കഴിയുക എന്നായിരുന്നു നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ 2014 ശേഷവും ഇന്ത്യയിലെത്തിയവർക്ക് CIA അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരികയാണ്. CAA നടപ്പിലാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത് മറികടക്കാനായി പൗരത്വത്തിനായുള്ള നിയമ നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. ഇതിനായി പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കും. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട്. അപേക്ഷകരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ലെന്നും
സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. CAL നടപ്പാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും വിവിധ മുസ്ലിം സംഘടനകളും രാജ്യവ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ അദാനിക്ക് ആശ്വാസം. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. വിദഗ്ധ സമിതി അംഗങ്ങൾക്ക് അദാനിയുമായി ബന്ധമില്ലെന്ന് കോടതി വ്യക്തമാക്കി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സെബിയുടെ അന്വേഷണത്തിന് 3 മാസം കൂടി സമയം നൽകുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം നിയമലംഘനം ഉണ്ടോയെന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും നിയമമനുസരിച്ച് നടപടി എടുക്കണമെന്നും കോടതി അറിയിച്ചു. സെബിയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നായിരുന്നു ഹർജിയിലെ വാദം. സെബിയുടെ അധികാരത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി 22 വിഷയങ്ങളിൽ 20 എണ്ണത്തിലും സെബി അന്വേഷണം പൂർത്തിയാക്കിയെന്നും സോളിസിറ്റർ ജനറലിന്റെ ഉറപ്പ് കണക്കിലെടുത്ത് മറ്റ് 2 കേസുകളുടെ അന്വേഷണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സെബിയോട് നിർദ്ദേശിക്കുന്നുവെന്നും അറിയിച്ചു. അന്വേഷണം സെബിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സമിതിയിലേക്ക് മാറ്റുന്നതിൽ അടിസ്ഥാനമില്ലെന്നും കോടതി വ്യക്തമാക്കി. വിഷയം പരിശോധിക്കുന്ന വിദഗ്ധ സമിതിയിലും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷണത്തിലും അവിശ്വാസമറിയിച്ച് അനാമിക ജയ്സ്വാൾ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വാദം കേട്ടത്. രാഷ്ട്രീയ പാർട്ടി അംഗത്വം സ്വീകരിച്ച വൈദികൻ ഭദ്രാസന സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച് ഒരു വിഭാഗം വിശ്വാസികൾ നിലയ്ക്കൽ ഭദ്രാസനം അരമനയ്ക്ക് മുൻപിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BJPയിൽ ചേർന്ന മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു 50ഓളം വിശ്വാസികളുടെ പ്രതിഷേധം. ഷൈജു കുര്യൻ ഭദ്രാസന സെക്രട്ടറി സ്ഥാനവും സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഒഴിയണമെന്നാണ് പ്രതിഷേധകരുടെ പ്രധാന ആവശ്യം. ശനിയാഴ്ച പത്തനംതിട്ടയിൽ NDA സംഘടിപ്പിച്ച ക്രിസ്തുമസ് സ്നേഹസംഗമത്തിലാണ് ഫാദർ ഷൈജു കുര്യൻ കേന്ദ്രമന്ത്രി V മുരളീധരനിൽ നിന്നും BJP അംഗത്വം സ്വീകരിച്ചത്. ഷൈജു കുര്യൻ ഭദ്രാസന സെക്രട്ടറി സ്ഥാനവും സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭദ്രാസന കൺവെൻഷൻ ചുമതലകളിൽ നിന്നും ഒഴിയണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. വൈദികർ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇവർ പറഞ്ഞു. ഫാദർ ഷൈജു കുര്യനെതിരെ നിരവധി ആരോപണങ്ങൾ നേരത്തെ തന്നെ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഷൈജു കുര്യൻ സ്ഥാനങ്ങൾ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ഇവർ പറഞ്ഞു. പ്രതിഷേധ യോഗത്തിൽ മുൻ ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളായ VP മാത്യു, ജേക്കബ് മാത്യു, റോമിക്കുട്ടി മാത്യു, ഭദ്രാസനത്തിലെ ഇടവക അംഗങ്ങളായ ജെയ്സൺ പെരുന്നാട്, ഷിബു തോണിക്കടവിൽ എന്നിവർ പ്രസംഗിച്ചു. സഭയുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗമായ ഫാദർ എബ്രഹാം ശമുവേൽ, അഡ്വക്കേറ്റ് അനിൽ വർഗീസ്, മുൻ കമ്മിറ്റി അംഗം PA ഉമ്മൻ എന്നിവരും പ്രതിഷേധത്തിൽ എത്തിയവരിൽ പെടുന്നു. ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിനിടെ ഗാസയിലെ അൽഷിഫ ഹോസ്പിറ്റൽ പൂർണ്ണമായും ഹമാസിന്റെ സൈനിക കമാൻഡർ കേന്ദ്രമായി മാറ്റിയിരുന്നുവെന്ന് വെളിപ്പെടുത്തി US ചാര സംഘടന. ബന്ദികളായവരെ ഒളിവിൽ താമസിപ്പിക്കാനും ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടി ആശുപത്രി ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. അൽഷിഫ ആശുപത്രി ഹമാസ് അവരുടെ കേന്ദ്രമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നേരത്തെ മുതൽ ഇസ്രായേൽ ഉയർത്തിയിരുന്നു. ഇസ്രായേലിനെതിരായ പോരാട്ടം പ്രധാനമായും ആസൂത്രണം ചെയ്തിരുന്നത് അൽഷിഫ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ വെച്ചാണെന്ന് വ്യക്തമാക്കി US രഹസ്യ അന്വേഷണ സംഘടന. പേര് വെളിപ്പെടുത്താതെയാണ് അന്താരാഷ്ട്ര മാധ്യമത്തോട് ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇതിന് ആധാരമായി തെളിവുകൾ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അൽഷിഫ ആശുപത്രി ഹമാസ് അവരുടെ കേന്ദ്രമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നേരത്തെ മുതൽ ഇസ്രായേൽ ഉയർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ സൈന്യം ആശുപത്രിക്കുള്ളിൽ കടന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആയുധങ്ങൾ സൂക്ഷിക്കാനും ഹമാസിന്റെ കൺട്രോൾ റൂമായും ആശുപത്രി പ്രവർത്തിച്ചിരുന്നതായി സൈന്യം കണ്ടെത്തിയിരുന്നു. ആശുപത്രിയോട് ചേർന്ന് നിർമ്മിച്ച ടണലുകളുടെ വീഡിയോ സഹിതം ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു. രോഗികളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്ന ഹീനമായ രീതിയാണ് ഹമാസ് പിന്തുടരുന്നതെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു.
വൻകിട ഖനനം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുൻകൂർ പരിസ്ഥിതി അനുമതി വേണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. 2022 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. സ്റ്റേ ആവശ്യപ്പെട്ട് വനശക്തി എന്ന സന്നദ്ധ സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന പാറഖനനം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പ്രധാന ഗുണഭോക്താക്കൾ. ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് വനശക്തി എന്ന സന്നദ്ധ സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2006 പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപന പ്രകാരം പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുൻകൂർ പരിസ്ഥിതി അനുമതി അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 2017 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പദ്ധതികൾ ആരംഭിച്ച് 6 മാസത്തിനുള്ളിൽ പരിസ്ഥിതി അനുമതി കരസ്ഥമാക്കിയാൽ മതിയെന്ന ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് തമിഴ്നാടിന് മാത്രമാണ് ബാധകമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് 2022 ജനുവരിയിൽ കേന്ദ്രം പുതിയ ഉത്തരവിറക്കിയത്. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെയാണ് സ്റ്റേ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മണിപ്പൂരിലെ ലിലോങ്ങിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട്. പദ്ധതിയിട്ടത് മയക്കുമരുന്ന് വിൽപ്പന കേന്ദ്രം ആക്രമിക്കാനാണെന്നും സംഘടന വ്യക്തമാക്കി. പ്രദേശവാസികൾ വളഞ്ഞതോടെ സ്വയം പ്രതിരോധത്തിനായി വെടിവെക്കുകയായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തിയ 4 ജില്ലകളിൽ നിയന്ത്രണം കുറച്ചു. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, ബിഷ്ണുപൂർ, ധൗബൽ ജില്ലകളിലാണ് കർഫ്യൂ ലഘൂകരിച്ചത്. അതേസമയം സംഘർഷ മേഖലകളിൽ ജാഗ്രത തുടരും. ഏറ്റുമുട്ടലുണ്ടായ മേഖലകളിൽ സുരക്ഷാ സേനയുടെ വിന്യാസം വർദ്ധിപ്പിച്ചു. കുക്കി മേഖലകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂറുള്ള ബന്ദ് ആരംഭിക്കും. മെയ്തൈ സുരക്ഷാ സേനയെ തങ്ങളുടെ മേഖലകളിൽ നിന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇഡിക്ക് മുൻപിൽ ഹാജരാകില്ല എന്ന് ആം ആദ്മി പാർട്ടി. ജനുവരി 3 മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബർ 23 ഇഡി കെജ്രിവാളിന് നോട്ടീസ് അയച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ആരോപിച്ചാണ് കേജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത്. കഴിഞ്ഞ വർഷം നവംബർ 2 ഡിസംബർ 21 ചോദ്യം ചെയ്യലിന് കേജ്രിവാൾ ഹാജരായിരുന്നില്ല. 2023 ഓഗസ്റ്റ് 17 മദ്യനയ കേസിൽ CBI ആദ്യം രജിസ്റ്റർ ചെയ്ത FIR-ൽ കേജ്രിവാളിനെ പ്രതി ചേർത്തിരുന്നില്ല. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ഫെബ്രുവരിയിൽ സംസ്ഥാനത്ത് പുതിയ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് CBI അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ED അന്വേഷണത്തിൽ സഹകരിക്കാൻ കേജ്രിവാൾ തയ്യാറാണെന്നും എന്നാൽ ED നോട്ടീസ് നിയമവിരുദ്ധമാണെന്നുമാണ് AAP വൃത്തങ്ങൾ പറയുന്നത്. കോട്ടയം എരുമേലിയിൽ നിന്നും കാണാതായ ജസ്നയ്ക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ച് CBI കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് CBI കോടതിയെ അറിയിച്ചു. ജസ്ന തിരോധാനം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടർ അന്വേഷണം നടത്താമെന്നാണ് CBI അറിയിച്ചിരിക്കുന്നത്. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്നും കാണാതാകുന്നത്. വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു തിരോധാനം. കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അന്വേഷണം പുരോഗതിയില്ലെന്ന് കാണിച്ച് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് CBIക്ക് കൈമാറാൻ ഉത്തരവിടുന്നത്. 2021 ഫെബ്രുവരിയിലായിരുന്നു കോടതി ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.